ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പ്ലം കേക്കിന്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. 1 കിലോ അളവിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കേക്ക് ചെയ്യുന്നത്. ആദ്യം ഇതുപോലുള്ളൊരു അടി കട്ടിയുള്ള ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത്രയും പഞ്ചസാര വെച്ച് ചെയ്യുമ്പോൾ പാകത്തിനുള്ളൊരു മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ബ്രൗൺ കളറായി വരുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കുന്നത് കൊണ്ടാണ് പ്ലം കേക്കിന് ആ ഒരു കളറ് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇത്രയും മതി. ഈ ഒരു കളറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളെ മേലേക്ക് ഇത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ച പോലെ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇത് മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് 1/2 കപ്പ് ആവുന്നവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ പകുതിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാം, പിസ്ത, വാൾനട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം. നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇനി ഇതിലേക്ക് 1 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സും ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. അത് പ്രത്യേക അളവൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള അത്രയൊക്കെ എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 1 കപ്പ് ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറുത്ത കളറിലുള്ള കിസ്മിസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓറഞ്ച് ജ്യൂസിൽ ഇട്ടിട്ട് ഇതൊന്ന് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. പിന്നെ നമ്മളിതൊന്ന് ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് തന്നെ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓറഞ്ച് ജ്യൂസിലിട്ട് വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/3 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുമ്പം 1/2 കപ്പ് ഉണ്ടാവും. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാമ്പും പഞ്ചസാരയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഗ്രാമ്പൂവിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട മുട്ടയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. യെല്ലോ പാർട്ട് നമുക്ക് വേറൊരു ബൗളിലേക്കും ഇട്ട് കൊടുക്കാം. ഇതുപോലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ വൈറ്റ് പാർട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ആദ്യം നമ്മൾ ചെറിയ സ്പീഡിലിട്ടിട്ടാണ് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഫ്ലഫി ആയി വരുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ മുട്ട എടുത്ത് പുറത്ത് വെക്കാം. അതല്ലെങ്കിൽ കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇതിലേക്ക് 3 ഗ്രാമ്പു കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 180 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മുക്കാൽ കപ്പ് ഓയിൽ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ വൈറ്റ് പാട്ട് പെടാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. 1 ടീസ്പൂൺ വനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കരിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പാനിയുണ്ട് ഇത്. ഈ പഞ്ചസാര പാനി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. രണ്ടായാലും സെയിം തന്നെയാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നട്ട്മഗിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ജാതിക്ക പൊടിച്ചതാണ് നട്ട്മഗ് പൗഡർ എന്ന് പറയുന്നത്. 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കുക. പട്ട ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസിലിട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ള കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. സാവധാനം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ഓവർ മിക്സ് ചെയ്യരുത്. സാവധാനം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. പ്ലം കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാനിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം.
ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 40 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. താഴെ മേലെയും കോയിൽ ചൂടാവുന്ന രീതിയിലാണ് ഓവൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഇതിവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. പ്ലം കേക്ക് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പ്ലം കേക്കിനുള്ളത്. എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.